അപ്പോൾ ഫ്രണ്ട്സ് കീച്ച വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി. കീച്ച ഇങ്ങോട്ട് നോക്കിയാ നമ്മൾ വണ്ടി വെച്ചെടുത്ത് പോവാട്ടാ. വാവ ഉറങ്ങുന്നുണ്ടല്ലേ? എപ്പോൾ എണീക്കും? ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ടില്ല ഉണത്തണ്ടേ? മെല്ലെ പറഞ്ഞാൽ മതി കേട്ടാ. 11:45 11:45 ഫീഡിങ് കൊടുക്കാനുണ്ട്. പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാനാണ് കേട്ടോ രാത്രി കുഞ്ഞുങ്ങളുള്ളവർക്ക് അറിയാം അല്ലേ അതിൻ്റെ ഒരു ഇത്. എന്തെങ്കിലും വെച്ച ഉണ്ടാക്കിയാൽ നീച്ചാലുണ്ടല്ലോ പിന്നെ. അപ്പോൾ ഇന്ന് ഞാനാണ് കേട്ടോ ഞാൻ ഇവിടെ ആക്കുന്നത്. അപ്പോൾ മിന്നുൻ്റെ അടുത്തില്ല. അപ്പോൾ 2 മണിക്കൂർ ഇടവിട്ടിട്ട് കൊടുക്കണം. എന്താ ഇങ്ങനെ ഇവിടെ കിടന്ന പ്രശ്നമുണ്ടോ? ഉറക്കം 2 മണിക്കൂർ അലാറം വെച്ച് നീക്കല്ലേ? അങ്ങനെ മതിയില്ലേ? കരഞ്ഞെടുക്കണം. കുറച്ച് നേരം ബാബേനെ നോക്കുക, പിന്നെ അമ്മ വരും. ഇപ്പം കള്ളൻ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഫീഡിങ്ങിൻ്റെ കാര്യമൊക്കെ ഒരാൾ ഒപ്പം വേണമല്ലോ മിന്നുവിനെ ഹെൽപ്പ് ചെയ്യാനല്ലേ? എന്താ മിന്നോ ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഉറക്കിൻ്റെ ഒരു വിഷയമുണ്ടോ? അതെല്ലാ അമ്മമാർക്കും ഉള്ളതാ. ഇപ്പം അല്ലേ അമ്മമാരുടെ ഒരു മഹത്വം തിരിഞ്ഞത്. ഞമ്മക്ക് മക്കളുണ്ടാവുമാണ് നിങ്ങളെങ്ങനെ വളർത്തിയതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പലരും പറയുമ്പോൾ നമുക്ക് അറിയില്ലേനും. ഇപ്പാണ് അത് മനസ്സിലായത്. ഈ താമരശ്ശേരി കണ്ടില്ലേ ഒരു ചെറിയോനെ? അത് ആലോചിക്കുമ്പോൾ എന്തോ ഭയങ്കര സങ്കടമാണ് കേട്ടോ. മോനുണ്ട് പറയുന്നത് ഇതെന്തെന്നായി പറയുന്നത്, എന്നെ ഉറങ്ങുവാനും സമ്മതിക്കൂല നിങ്ങൾ അല്ലേ? അപ്പോൾ പിന്നെ തൽക്കാലം കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. ഓനൊന്നുകൂടി ഒന്ന് ഉറങ്ങട്ടെ. എന്നാൽ ഇനി നാളെ കിടന്നോ? കുറച്ച് കഴിഞ്ഞിട്ട് പാൽ കൊടുക്കാൻ വേണ്ടിക്കാലോ. ആയിക്കോട്ടെ. അപ്പോൾ അവന് ഫീഡിങ് കൊടുക്കുകയാണ് കേട്ടോ. ഉറക്കത്ത് എണീപ്പിച്ചതാ അല്ലേ? പിന്നെ 12 മണിയായി. 12 ഇനി അടുത്ത 12:30 1:30 2 കഴിഞ്ഞിട്ടല്ലേ നോക്കാമല്ലോ സമയം. എല്ലാ പേരൻസും ഇങ്ങനെ ആയിരിക്കുമല്ലേ ഉറക്കം കഴിഞ്ഞിട്ടില്ലേ? ഞാനിന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ, അല്ലാണ്ട് വേറെ ആളുണ്ടായാൽ. അപ്പോൾ അവന് ഫീഡിങ് കറക്റ്റായിട്ട് സെറ്റായിട്ട് അവന് ഉറങ്ങട്ടെ അല്ലേ? പകലും ഉറക്കം കുറവാ. ഒന്ന് റെഡിയായി വരണം. തൂക്കം വെക്കാട്ടോ. ടർക്കി ഇങ്ങനല്ലേ? ഒരു കാലം കൂടാൻ പറ്റിയ രീതിയിലാക്കിക്കേ. തൊപ്പി വേണ്ടാലും തൊപ്പി അടിയിലായി പോയിട്ടോ. തൊപ്പി ഇട്ട് കൊടുക്കണോ? രാത്രി ആയോണ്ടല്ലേ? ചെറിയൊരു പില്ലോ അടിയിൽ വെച്ച് കിട്ടോ. പാല് കൊടുത്ത പാടെ തല കുറച്ചൊന്ന് പൊക്കി വെക്കണ്ടേ അല്ലേ? അതുകൊണ്ട് ഇപ്പം സമയം എത്ര കഴിഞ്ഞോ? 12:29. അവന് ഉറങ്ങുകയും മെല്ലെ പാൽ കുടിക്കുകയും ചെയ്യുകയാണല്ലേ? അപ്പോൾ അവൻ്റെ ഉറക്കിൻ്റെ സമയമാണ്. നമ്മളവനിങ്ങനെ ഡിസ്റ്റർബ് ചെയ്ത് കൊടുക്കണമല്ലോ. അങ്ങനെയാണല്ലോ ഫീഡിങ് രാത്രി ഒക്കെ അല്ലേ? ചിലപ്പോൾ കുട്ടികൾ അങ്ങനെയാണല്ലോ. സ്ഥിരമായിട്ടുള്ളവർക്ക് റൊട്ടീൻ ഇല്ലല്ലോ. ചിലപ്പോൾ പകലുറങ്ങും, ചിലപ്പോൾ രാത്രി ഉറങ്ങും, ചിലപ്പോൾ രാത്രി തീരെ ഉറങ്ങൂല. അങ്ങനെയാണ്. ഞാൻ അതിലെ തൊപ്പിയെല്ലാം വെച്ചാലേ ശേഷം മുടി പോയത് നിങ്ങളെ കണ്ടുകൂട്ടോ. അവിടെ ഇപ്പം എന്തായത് ഞാൻ അറിയാണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വെച്ചു പോയതാ. ലേശം കൂടി മുടി വരുവാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഗ്യാസ് തട്ടാനാണ് കേട്ടോ കുറച്ചൊരു. നമുക്ക് തട്ടിയിട്ട് ചിലപ്പോൾ ഗ്യാസ് അങ്ങനെ പോകുന്നില്ല അല്ലേ? ഞാനിങ്ങനെ നമ്മളെ കാലുമ്മൽ ഇങ്ങനെ കിടത്തുമല്ലോ, അങ്ങനെ അറ്റ് തട്ടലിട്ടോ. കൈ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ തട്ടലാ. നേരത്തൊക്കെ പോയിനും. നമുക്ക് ഇപ്രാവശ്യം പോയില്ല. ഇനിയിപ്പോൾ അടുത്ത പാൽ കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് തട്ടി നോക്കാം നമുക്ക്. ഓക്കെ. ഗ്യാസ് പോകാനുള്ള എന്തെങ്കിലും എളുപ്പമായി അറിയുന്നവരുണ്ടെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ വാവേനെ പാല് കൊടുത്ത് കിടത്തി കേട്ടോ. ഞാൻ ചെറിയൊരു ബെഡും തലക്കാണിയെല്ലാം സെറ്റപ്പ് ആക്കി. ഞാനൊരു ലേശം മിന്നോ
ഇനി 2:30 2:30 വരെ ഒന്ന് ലേശം ഒന്ന് മയങ്ങട്ടെ. ഞാൻ എണീപ്പിക്കണേ, അലാറം വെച്ചോളാം. ഓക്കെ ഓക്കെ ശരി. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നേരം വെളുത്ത് 2:30 ആയാലോ ഉമ്മ വന്നിട്ടോ. രാത്രി ഉമ്മക്ക് ഉറക്കി കിട്ടിയാലും വന്നേന്ന് പറഞ്ഞിട്ട് ഉമ്മ വന്ന് കുഞ്ഞിൻ്റെ അടുത്ത് അടക്കിടന്ന്. അപ്പോൾ 2:30 ആയി. അപ്പോൾ അടുത്ത ഫീഡിങ് കൊടുക്കേണ്ട സമയമായപ്പോൾ ഞാൻ എണീച്ചിട്ട് അപ്പുറത്തെ റൂമിൽ പോയി കിടന്നുറങ്ങി. ഇപ്പോൾ എനിക്ക് 7 മണിയായി എണീക്കും കേട്ടോ. സുബൈ നിൽക്കരിച്ച് ഇപ്പോൾ ഇറങ്ങിയതാണ്. കോഴിക്കോടേക്ക് പോകണം. കോഴിക്കോട് ഒരു സർപ്രൈസ് ഉണ്ട്. അല്ല എന്തില്ലേ, ഉമ്മാൻ്റെ അനിയത്തിനെ കൂട്ടാൻ വേണ്ടി പോവാ. അപ്പോൾ ഓരോ കോഴിക്കോട് നിന്ന് പിക്ക് ചെയ്തിട്ട് കൊണ്ടുവരണം. അതിന് വേണ്ടി പോവാണ്. നമുക്ക് പോവാല്ലേ. ഒരു കോഴിക്കോട് എത്തുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എത്തണം. പേരാമ്പ്രയിൽ വരിക. അപ്പോൾ പേരാമ്പ്രയിൽ കോഴിക്കോടേക്ക് 1 മണിക്കൂറേ ഉള്ളൂ. ഇവിടുന്ന് കോഴിക്കോടേക്ക് 2 മണിക്കൂറുണ്ട്. അപ്പോൾ വരുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പേ ഇറങ്ങിയാലാണല്ലോ ഒരാടെ പോസ്റ്റാക്കാണ്ട് നമുക്ക് കൂട്ടാൻ പറ്റും. ഉമ്മാൻ്റെ എണത്തിൻ്റെ പേര് സക്കീനാന്ന പേര് കേട്ടാ. സക്കീൻച്ച. എന്നാൽ പോയി വരാം നമുക്കല്ലേ. അപ്പോൾ ഉമ്മ ഒരു 2 ദിവസത്തേക്ക് നാട്ടിലേക്ക് പോവാണ്. ഉമ്മ ഇപ്പോൾ കുറച്ച് ദിവസമായാലും ഉമ്മാക്ക് ഒരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. അതായത് ഉമ്മാക്ക് ചില ശാരീരിക അസുഖങ്ങളൊക്കെ ഉണ്ട്. അത്ര ഹെൽത്ത് അത്ര ഇതല്ല ഇപ്പം പ്രശ്നമൊന്നും ഇല്ല, എങ്കിലും ഇങ്ങനെ മെഡിക്കൽ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണം. കഴിഞ്ഞൊക്കെ വീഡിയോയിൽ പറയുന്നിട്ട് ഉമ്മാക്ക് നോക്കാൻ അങ്ങനെയൊക്കെ കുഞ്ഞിനെ നോക്കാൻ കുഞ്ഞിനെ നോക്കലും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഓടിച്ചാടി ഉറക്കലൊയ്യാനുള്ള ഒരു എനർജി ഉമ്മാക്കില്ല. അങ്ങനെ ഉമ്മാനെ ഒറ്റക്ക് അങ്ങനെ ചെയ്യിപ്പിക്കരുത്. ഉറക്കമൊന്നും ഫുള്ളായിട്ട് ഉറങ്ങുമൊന്നും ചെയ്യിപ്പിക്കാണ്ട് അങ്ങനെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുകൊണ്ടാണ്. അപ്പോൾ രാത്രി പിന്നെ ഞാൻ ഇന്ന് ഉറക്കം കഴിഞ്ഞ് ഇപ്പോൾ ഇത്ര ദിവസം ഇവിടെ ഉള്ള കുട്ടികളൊക്കെ മാറിയൊക്കെ വരലുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ രാത്രി ഞാൻ തന്നെ നിൽക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം എനിക്ക് എപ്പം കിടന്നാലും അങ്ങ് ഉറക്കം വരും. ചിലർക്ക് രാത്രി വരണമെങ്കിലേ പകൽ ഉറക്കം വരില്ല. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നമുക്ക് വിഷയമില്ല. പകലായാലും ഇല്ല എപ്പോൾ ആയാലും കിടന്നാൽ ഉറക്കം വരും. അൽഹംദുലില്ലാ ഇതുവരെ അങ്ങനെയാട്ടെ. ഇനിയിപ്പോൾ വീഡിയോ പറഞ്ഞിട്ട് മാറുമെന്നൊന്നും അറിയാമല്ലേ. അപ്പോൾ രാത്രി ഞാൻ തന്നെ നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കോഴിക്കോട് സെഞ്ചുറി കോംപ്ലക്സിൽ എത്തിയിട്ടോ. സെഞ്ചുറി കോംപ്ലക്സ് അല്ല, ഇവിടെ കോഴിക്കോടുള്ള ഇവിടെ പാർക്കിംഗ് ഉണ്ട്. മറ്റേ പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്ത്. അവിടെ 50 ഉറുപ്പ്യ കേട്ടോ ഇവിടെ പാർക്കിങ്ങിന്. പണ്ട് ഞാൻ മാക്സി കച്ചവടം ചെയ്യുന്നേരം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടതാ ഫ്രണ്ട് ക്യാമറ കാണിച്ചു തരാം. കോമപ്പാസ് സ്ഥലം പറഞ്ഞ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. അങ്ങോട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അതിലോടി നടന്ന് പോയിട്ട് വലിയ ബണ്ടൽ കെട്ടെടുത്തതിനും വരിക. അന്നേരം കാറല്ല ഇപ്പോൾ എടുക്കയില്ല, ചിലപ്പോൾ നമ്മൾ MIT വണ്ടി എടുത്തതിനും വരില്ല. അതെല്ലാം ഒരു ഓർമ്മയാണ്. കോഴിക്കോട് ടൗണിൽ ഇങ്ങനെ ഒരു വലിയ പാർക്കിംഗ് ഉള്ള ഒരു വലിയ ഉപകാരമാണ്. കാരണം ഇപ്പം പിന്നെ നോക്കണ്ട, സീസൺ ടൈമിലൊന്നും ഇവിടെ വണ്ടി വെക്കാൻ ഫുള്ളായി പോകും. എന്നിട്ട് വേറെ എവിടെയെങ്കിലും വെക്കണം. പിന്നെ വലിയ സീസണും കാര്യമൊന്നുമല്ലല്ലോ. ഇവിടെ പർച്ചേസിന് വരുന്ന പോലെ ഫുൾ വണ്ടി ആയിരിക്കും ഇവിടെ. നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം അല്ലേ. സക്കീച്ച എത്തുന്നേ ഉള്ളൂ. ഞാൻ വിചാരിച്ച് എത്തിയുണ്ടാവുന്നതിനും. അപ്പോൾ ഫ്രണ്ട്സ് സക്കീച്ച വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി. സക്കീച്ച ഇങ്ങോട്ട് നോക്കിയാ നമ്മൾ വണ്ടി വെച്ചെടുത്ത് പോവാട്ടോ. സക്കീച്ച വണ്ടി കയറി ആദ്യം തന്നെ പറയുന്നത് AC വേണ്ടാന്നാ. ഗ്ലാസ് കത്തി പോകാനാ. അപ്പോൾ ഇതാണ് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ടൂർ പോയ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പേരാമ്പ്ര ആണ് സ്ഥലം. കറക്റ്റ് ഓട്ടുവയലല്ലേ ആ സ്ഥലത്തിൻ്റെ കാര്യങ്ങളെ അല്ലേ? അതെ, ഓട്ടുവയലുള്ള ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടോ? സക്കീച്ചാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാ പോവല്ലേ? ചായ പിടിച്ചിട്ടില്ലാലോ? ആണോ? അടിപൊളി. എല്ലാം ഉണ്ട് അല്ലേ? സക്കീച്ചാ നിങ്ങൾ ഛർദിക്കുമെന്ന് പറഞ്ഞിട്ട് ഇത്രയും നേരം ഒന്നും കഴിക്കാണ്ടുന്നത്. ഇനിയിപ്പോൾ എന്തായാലും 16 കിലോമീറ്ററും കൂടിയാണല്ലോ. നമ്മൾ ചായ കുടിക്കട്ടെ. മുഖം എടുക്കണ്ട. നിങ്ങൾ കുടുംബശ്രീയിലുള്ളവരെല്ലാം കാണും കേട്ടോ. നിങ്ങൾ വൈറലാവും അല്ലേ? ഓട്ടുവയലിലെ ഗ്രൂപ്പിലെല്ലാം വരും. എനിക്ക് അതിലെ പേപ്പർ അങ്ങ് ഒഴിവാക്കിയേക്ക്. ഛർദിക്കുന്നതിന് പിടിച്ചല്ലേ? ഛർദിക്കുന്നതിന് പിടിച്ചല്ല. ഞാൻ വിചാരിച്ചു അങ്ങനെ ഛർദിക്കാണ്ട് ഫ്രണ്ട്സ് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇതുവരെയാണെങ്കിൽ നാട്ടിൽ നിന്ന് ചായ പിടിച്ച് വരേന്നു. അപ്പോൾ നമ്മളിവിടെ എത്തി. നിറയ്ക്കാം. ഇത് കഴിച്ചില്ലല്ലേ? ഏർപ്പാട് കഴിച്ചേ.
ഇന്ന് ചിക്കൻ കറിയാ? ഇന്ന് മിസ്സായല്ലോ അല്ലേ? ഞാൻ പുറത്തുനിന്ന് ഒരു ബിരിയാണി അയച്ചത്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. എന്താ അപ്പോൾ ചോറും കറിയെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ പോവുകയാണ്. സക്കീച്ച വന്നിക്ക്. ഇനി കുറച്ച് ദിവസം സക്കീച്ചയാണ് ഇവിടെ ഉണ്ടാവുക. സക്കീച്ച ഓക്കെ. എന്താ മാടാത്തണ്ടോ? ആ പച്ചക്കറി ഉണ്ടല്ലേ? ആ ഉമ്മാനെ ബസ് കയറ്റി വിട്ടിട്ടോ. നമുക്ക് ഒരു കൊറിയർ വാങ്ങാനുണ്ട്. കൊറിയർ ഓഫീസിലൊന്ന് പോവാല്ലേ? DTDC കൊറിയർ ഉണ്ട് ഇവിടെ. ഊട്ടി റോഡാന്നാ പറഞ്ഞത്. ഊട്ടി റോഡ് ഇങ്ങോട്ട് ഇന്നലെ ഉറങ്ങിയിട്ട് കണ്ണെന്തോ ആകുന്നു. കൊറിയർ വാങ്ങി പോയിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പം കൊറിയറും വന്നിട്ടുണ്ട്. ഇത് പിന്നെ കൊറിയർ വന്നില്ല കേട്ടോ, ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാ. അടിപൊളി ഐറ്റമാണ്. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. എന്തായിരിക്കും ഇത്? നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. എന്തോ കാര്യമായിട്ടുണ്ട്. ഞാൻ നാലേശം ഉറങ്ങട്ടെ. ഇന്നലെ ഉറങ്ങിയിട്ട് ഭയങ്കര ക്ഷീണമുണ്ട്. ഇപ്പോൾ രാത്രി ഞാൻ തന്നെയാണ് ഇനി നിൽക്കുക. അപ്പോൾ ഇപ്പോൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നടക്കൂല. അപ്പോൾ ആയിക്കോട്ടെ ഫ്രണ്ട്സ്, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.